KB ഗണേഷ് കുമാർ എന്ന മന്ത്രി ഒരിക്കൽ കൂടി വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. വിവാദം ഗണേഷ് കുമാറിന് പുത്തരിയല്ല. പക്ഷെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്വന്തം ഭാര്യ അദ്ദേഹത്തിനെതിരായി ലൈംഗികം എന്ന് തോന്നിക്കുന്ന മട്ടിൽ കിടപ്പറയിൽ അരുതാത്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും 24 മണിക്കൂറിനകം പിൻവലിക്കുകയും കേസില്ല എന്ന് പറയുകയും മാപ്പ് പറഞ്ഞ് ഞങ്ങൾ തീർത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളിയെ വല്ലാതെ കൺഫ്യൂഷനിലാക്കുന്നുണ്ട്. ഇതിനെ ഒരു രാഷ്ട്രീയ വിശകലനത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പണ്ടേ ദുർബല എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ ഗവൺമെന്റ് സ്വാഭാവികമായ ഒരു പരാജയത്തെ നേരിടുന്ന സമയത്ത് ആ പരാജയത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി പിണറായി വിജയനും കുടുംബവും ആയിരിക്കെ അതിന്റെ ഉത്തരവാദിത്വം ഈ ഗണേഷ് കുമാറിന്റെ തലയിൽ വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഈ ഗണേഷ് കുമാർ വളരെ ആർജവത്തോടെ എനിക്ക് 100 അല്ല 5000 500 അല്ല 5000-ഓളം കാമുകിമാരുണ്ട്, പ്രണയമില്ലാത്തവൻ പൊട്ടനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണഗതി രാഷ്ട്രീയക്കാർ പറയാത്ത ഒരു സിനിമക്കാരന്റെ നായകന്റെ ആർജവത്തോടെയൊക്കെ കുടുംബ സംവിധാനത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ സമയത്ത് ഈ പിണറായി വിജയന്റെ മുമ്പിലാണത്ര ഇപ്പോൾ കൗതുകം നിറഞ്ഞൊരു കാര്യം, ഇത് പരാതി പറഞ്ഞിരിക്കുന്നത് 2 സ്ത്രീകളോടാണ്. ഒന്ന് ശ്രീലേഖ IPS-നോടാണ്, വേറൊന്ന് പിണറായി വിജയന്റെ മോള് വീണ വിജയനോടാണ്. ഇവർക്കൊക്കെ ഇതിലെന്താണ് റോള് എന്ന കാര്യം കൂടി തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടതാണ്. എന്തായിരിക്കും ഈ സംഭവ വികാസങ്ങൾ ഇപ്പോൾ ഈ ഇലക്ഷനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഒരു പഴയ കഥയുണ്ട്, സാറ് കേട്ട് കാണാം. സ്ഥിരം ഭർത്താവിൻ്റെ തല്ല് മേടിക്കുന്ന ഒരു സ്ത്രീ. ഒരു ദിവസം ഭർത്താവ് മരിച്ചു. പിറ്റേ ദിവസം തല്ല് കിട്ടാഞ്ഞിട്ട് ഇവർക്കൊരു സുഖമില്ല. അതുകൊണ്ട് അവർ അന്നൊക്കെ ഓലപ്പരയാണ്. അപ്പോൾ ഈ അമ്മിക്കല്ലെടുത്തിട്ട് ഓലപ്പരയ്ക്ക് മുകളിലേക്ക് ഇട്ടു. ഇത് ഉരുണ്ട് താഴത്തേക്ക് വരുമ്പോൾ ഇവർ പുറം കാണിക്കും. അപ്പോൾ പുറത്ത് കിട്ടാൻ അങ്ങനെ ഒരു 4-5 തവണ ഈ അമ്മിക്കല്ല് പുറത്ത് വീണപ്പോഴാണ് ഈ സ്ത്രീക്ക് ഒരു ആശ്വാസം. അങ്ങനെ ഒരു കഥയാണ്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ വഴക്ക്, അടിപിടി, അതിൻ്റെ അർത്ഥശൂന്യത ഇത്രയും മനോഹരമായിട്ട് വിവരിക്കുന്നൊരു കഥ ഞാൻ ഇവിടെ കേട്ടു. എന്നാൽ കഥയാണ്, ജീവിതം വേറെയാണില്ല, കാലം മാറിയല്ല. അപ്പോൾ സ്ത്രീ സുരക്ഷ, സ്ത്രീകളുടെ അഭിമാനം, സ്ത്രീകൾ പഴയ ഇങ്ങനെ അടുക്കളയിൽ അടച്ച് കിടക്കേണ്ടവരല്ല. ഒരുപക്ഷെ എൻ്റെ സാറിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ വിവാഹമോചനം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അത്യപൂർവമായിട്ട് നടക്കുന്ന, അതും വലിയ പണക്കാരുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ് വിവാഹമോചനം. അല്ലാത്തൊരു സാധാരണക്കാർക്കോ പാവങ്ങൾക്കോ ഒന്നും വിവാഹമോചനം എന്ന് പറയുന്ന സങ്കല്പമില്ല. ഒരുത്തിൻ്റെ താലി കെട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ അങ്ങനെ കഴിയുക ജീവിതം. അവൻ നല്ലവനോ ചീത്തയോ കള്ളുകുടിയനോ പെണ്ണുപിടിയനോ എന്താണോ അത് ഈ സ്ത്രീ അങ്ങ് സഹിച്ചോളണം. അതായിരുന്നു അന്നത്തെ സാമൂഹ്യ നിയമം. ലീഗൽ സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മളുടെ ഇപ്പോൾ BNS ഒക്കെ വന്നു, ഒരുപാട് വകുപ്പുകളൊക്കെ വന്നു. അന്ന് ബലാത്സംഗം എന്ന് പറഞ്ഞ ഒറ്റ വകുപ്പേ ഉള്ളൂ. അത് റിയൽ ബലാത്സംഗത്തിന് മാത്രമേ ശിക്ഷയുള്ളൂ. അല്ലാതെ തൊട്ടു പിടിച്ചു ഞെക്കി തടവി എന്നൊക്കെ പറഞ്ഞൊന്നും കേസില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ തല്ലുന്നു, IPC 323 വെച്ചിട്ട് ഹർട്ട്, ഗ്രീവസ് ഹർട്ട് 324 അടുത്ത വകുപ്പ്. ഇതൊക്കെ സാധാരണ വകുപ്പുകളിട്ട് കേസ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നിയമത്തിലും സപ്പോർട്ടില്ല, സാമൂഹ്യമായ സപ്പോർട്ടുമില്ല. ഇതായിരുന്നു സ്ത്രീകളുടെ ജീവിതം. ഇത് മാറുന്നത് വളരെ താമസിച്ചിട്ടാണ്. 90കളിൽ എപ്പോഴോ, അതോ 2000-ലും മറ്റാണ് ഈ ഗാർഹിക പീഡന നിയമം വരുന്നത്. IPC 498A എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലി കുത്തി. അപ്പോൾ അതിൽ അമ്മായിയമ്മയുടെ റോള് അത് ഇതൊക്കെ വരുന്നു. കുറെ കൂടെ അത് ആ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ഈ 498A വെച്ചിട്ട് ഭർത്താവിനെ കുരുക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ 498A എടുത്തു കളയണം എന്ന് പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ ആണുങ്ങളുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിർഭയ കേസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ബലാത്സംഗം അത് കുറെ കൂടെ വിപുലമായിട്ട് 4-5 വകുപ്പുകളോടെ എഴുതി ചേർത്ത് ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് പോലും കുറ്റകരമാണ്. സ്റ്റാക്കിങ്, വെറുതെ ഒരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കും.
അവിടെ നോക്കുന്നതും കുറ്റമാണ് അല്ലേ, തുറിച്ചു നോക്കുന്നതോ? തുറിച്ചു നോക്കുന്നത് കുറ്റമാണ്. അത് വെറുതെ ഉള്ള നോട്ടം അല്ലാത്ത നോട്ടവും തമ്മിൽ സ്ത്രീകൾക്ക് തിരിച്ചറിയാല്ല. ഈ ബസ്സിൽ മുട്ടുന്ന ആൾക്കാരുണ്ട്, യാദൃച്ഛികമായിട്ട് മുട്ടിയതാണോ മനഃപൂർവ്വം മുട്ടിയതാണോ എന്ന് സ്ത്രീക്ക് മനസ്സിലാവും, ഉറപ്പല്ലേ? ഇവൻ ഞാൻ പറയും തിരക്കുള്ള ബസ്സിലും മനുഷ്യൻ മുട്ടിപ്പോവില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും അല്ല. തിരക്കുള്ള ബസ്സിൽ ഞാനും സാറും ഒക്കെ ചിലപ്പോൾ മുട്ടിപ്പോകാറുണ്ട്. നമ്മളെ ആരും ഉപദ്രവിക്കാൻ വരാറില്ല. എന്തുകൊണ്ടാണ്? മനഃപൂർവ്വം അല്ല എന്ന് സ്ത്രീക്കറിയാം. ആ സ്പർശം അവർക്ക് ഫീൽ ചെയ്യും. അതിൽ ദുരുദ്ദേശമുണ്ടോ എന്നവർക്ക് ഫീൽ ചെയ്യും. ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ ഇപ്പോഴാണ് വന്നത്, വളരെ അടുത്ത കാലത്താണ് പ്രൊട്ടക്ഷൻ വന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്കും ഒരു ഉത്സാഹമായി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പരാതി പറയാൻ തുടങ്ങി. TV, സോഷ്യൽ മീഡിയ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, വന്ന ദേഷ്യത്തിന് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക, ഇതുപോലത്തെ കാര്യം. ഇപ്പോൾ ഗണേഷിൻ്റെ ഭാര്യ അത് ചെയ്തില്ല. അവരുടെ ഫോട്ടോ ഉണ്ട്, പക്ഷെ അവർ സോഷ്യൽ മീഡിയയിലൊന്നും ഇട്ടില്ല. അവർ നേരിട്ട് ഇൻ്റർവ്യൂ കൊടുത്തു ഏഷ്യാനെറ്റ്. പറഞ്ഞു ഇന്നതൊക്കെ സംഭവിച്ചു, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫോട്ടോ അവർ പുറത്ത് വിട്ടില്ല. പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ 112-ൽ വിളിച്ച നിമിഷം അവർ പരാതി കൊടുത്തു കഴിഞ്ഞു. പരാതി കൊടുക്കേണ്ടതില്ല, അത് പരാതി പരിഗണിക്കാം. റൈറ്റിങ്ങിൽ പരാതി കൊടുക്കേണ്ട കാര്യമില്ല. ആളുകൾ ആ നിയമം മനസ്സിലാക്കാഞ്ഞിട്ടാണ്. പണ്ടും IPC-ൽ ഇപ്പോൾ BNS-ലും റൈറ്റിങ്ങിൽ ഒരാൾ പരാതി തരണമെന്നില്ല. പോലീസുകാർ പോലും ഇത് മനസ്സിലാക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ റൈറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്തായുള്ള പണി? കേസ് എഴുതുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്, ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അയാളുടെ പരാതി പറയുന്നു. പോലീസുകാർ അതിനകത്ത് വകുപ്പിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഷാൽ ബി റെഡ്യൂസ് ടു റൈറ്റിംഗ് ബൈ ദ പോലീസ്. അവരാണ് ഇയാൾ പറയുന്നത്. നമ്മൾ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ല, പരാതി എഴുതി കിട്ടിയില്ല, എഴുതി കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പരാതി പറഞ്ഞാൽ മതി. ആ പറയുന്നത് ഇറ്റ് ഷാൽ ബി റെഡ്യൂസ് ടു റൈറ്റിംഗ് ആൻഡ് ദെൻ പോലീസ് ഹാസ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇതാണ് വകുപ്പ്. അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ അവർ 112-ൽ വിളിച്ച് കാര്യം പറഞ്ഞ നിമിഷം അത് പരാതിയായി കഴിഞ്ഞു. അതിൽ നടപടി പോലീസിന് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ബിന്ദു മേനോൻ TV-കാരോട് എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വീണ്ടും അവർ പോലീസിനോട് പറയണം. നിയമമനുസരിച്ചാണ് പോലീസിനോട് പറയണം. അത് അടുത്ത കോംപ്ലിക്കേഷനാണ്. നിങ്ങളൊരു പരാതി പറഞ്ഞിട്ട് പിന്നെ ആ പരാതി പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോഗ്നൈസബിൾ ഒഫൻസാണ്. കോഗ്നൈസബിൾ ഒഫൻസ് സ്റ്റേറ്റ് എടുക്കുന്ന കേസാണ്, പോലീസ് എടുക്കുന്ന കേസാണ്. നമ്മുടെ പരാതിയുടെ പുറത്തല്ല. നമ്മൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു, അതനുസരിച്ച് പോലീസ് കേസെടുത്തു. ഇതാണ് കോഗ്നൈസബിൾ ഒഫൻസ്. അതെടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലീസിന് തലവേദനയാണ്. FIR ഇട്ട് മജിസ്ട്രേറ്റിന് കൊടുത്തൊരു സാധനം പിന്നെ റെഫർ റിപ്പോർട്ട് എഴുതി മജിസ്ട്രേറ്റിന് കൊടുക്കണം. ഇതിൽ പരാതിക്കാർ തന്നെ പരാതിയില്ല എന്ന് പറയുന്നു, അതിനാൽ ഇത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റിന് കൊടുക്കണം. പരാതിക്കാരിക്ക് പരാതിയില്ല. ഇപ്പോൾ സാർ എന്നെ കത്തിയെടുത്ത് കുത്തുന്നു, ഞാൻ പോലീസിനോട് പറയാം എനിക്ക് പരാതിയൊന്നുമില്ല, അഹമ്മദ് മാഷിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞാൽ പോലീസ് സമ്മതിക്കുമോ? കുത്തുകേസ് അല്ലേ, നടന്നു കഴിഞ്ഞില്ലേ ക്രൈം? അതെ, അത് തന്നെയാണ് ഈ കേസിൽ സംഭവിക്കുന്നത്. ഇപ്പൊ ഗൾഫ് നാടുകൾക്ക് സാർ കണ്ടിട്ടില്ലേ, ബ്ലഡ് മണി കൊടുത്തിട്ട് കേസ് തീർക്കാം. സാറെന്നെ കുത്തി, സാറ് പറയാണ് അത് ഞാനും മോഹൻദാസും കൂടെ തീർത്തേക്കാം. മോഹൻദാസ് ഒരു 10,000 രൂപ പിടിച്ചു, ഞാനത് മേടിച്ചിട്ട് എനിക്ക് പരാതിയില്ല എന്ന് അവിടെ തീരും. ഇവിടെ തീരില്ല. ഇവിടെ കുത്തുകേസ് തീർക്കണമെങ്കിൽ ഇത് വലിയ പ്രയാസമാണ്. അത് കോമ്പൗണ്ട് ചെയ്യണം, കോടതിയിൽ പോയിട്ട് അപേക്ഷ മൂവ് ചെയ്ത് വക്കീൽ ആർഗ്യൂ ചെയ്ത് മജിസ്ട്രേറ്റ് സമ്മതിച്ച് ഓക്കെ നമുക്കൊരു ഒഫൻസ് ഇല്ലാതെയാക്കാൻ പറ്റും. ഇവിടെയും കോമ്പൗണ്ട് ചെയ്യാൻ നോക്കും. രണ്ടു കൂട്ടർക്കും സമ്മതമാണെങ്കിൽ ഒത്തുതീർപ്പിലെത്താം എന്ന് പറഞ്ഞാൽ ഗണേശിന്റെ ഭാര്യ കേസ് കൊടുത്തു കഴിഞ്ഞു. നിയമപരമായിട്ട് അവർ കേസ് കൊടുത്തു കഴിഞ്ഞു. ഇതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 112 എടുത്തിട്ട് പോലീസുകാരൊരു ചുക്കും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ കോംപ്ലിക്കേഷൻ വരുന്നില്ല. അവർ FIR ഇട്ടാലേ ഈ കോംപ്ലിക്കേഷൻ വരുള്ളൂ. FIR ഇട്ടില്ല എന്നുള്ളത് പോലീസിന്റെ വീഴ്ച. കൃത്യവിലോപമാണല്ലോ. കൃത്യവിലോപമാണ്, സംശയം എന്താ? ഇന്നലെ വരെ അതായിരുന്നല്ലോ ബഹളം.
112 വിളിച്ച് പരാതി പറഞ്ഞിട്ട് പോലീസ് ഒന്നും ചെയ്തില്ല. ഇവർ തന്നെ, ഈ സ്ത്രീ തന്നെ ഏഷ്യാനെറ്റിനോട് പറഞ്ഞത് എന്താ, പുറത്ത് ഞങ്ങൾ നിൽപ്പുണ്ട്, നിങ്ങളെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല എന്നൊക്കെ പോലീസുകാർ പറഞ്ഞു. പക്ഷേ വാതിൽ തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ പോലീസും ഇല്ല, പട്ടാളവും ഇല്ല. ഇത് അവരുടെ ബിന്ദു മേനോൻ ഉപയോഗിച്ച വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പോലീസും ഇല്ല, പട്ടാളവും ഇല്ല, ഇതാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ ഒത്തുതീർന്നു, പുലിയച്ചാൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കേസില്ലാതെ ആവില്ല. ബട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ആ കോംപ്ലിക്കേഷൻ ഇല്ലാതെയാവും. പക്ഷേ മൊത്തം നടന്നിരിക്കുന്നത് ഒരു ഇല്ലീഗൽ ഓപ്പറേഷനാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. പോലീസിൻ്റെ ഭാഗത്ത് ഞാനാണ് പോലീസ് അധികാരിയെങ്കിൽ ഞാൻ പറയും, FIR എവിടെ? സാറേ അവർക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അത് പിന്നീടല്ലേ. അവർ പരാതി പറഞ്ഞപ്പോൾ ഒരു FIR ഇടണ്ടേ? ആ FIR എവിടെ? ഫിനിഷ്. ഈ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോകും പോലീസുകാർ. സബ്സീക്വൻ്റ്ലി ഒരാൾ അയാൾക്ക് പരാതിയില്ല എന്ന് പറയുന്നു, ബട്ട് അയാൾക്ക് പരാതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾ FIR ഇട്ടോ? 112 നമ്പർ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ശ്രീലേഖ കറക്റ്റ് അഡ്വൈസാണ് കൊടുത്തത്. ശ്രീലേഖ ഇവരുടെ റിലേറ്റീവാണ്. അല്ല BJP ആയതുകൊണ്ട് ഒന്നും BJP ഇടപെടലൊന്നും ഇല്ല അതിനകത്ത്. ഇവരുടെ റിലേറ്റീവാണ്, ക്ലോസ് റിലേറ്റീവാണ് ശ്രീലേഖ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ചേച്ചി ഞാൻ എന്ത് ചെയ്യും? ചേച്ചി പറഞ്ഞു 112 വിളിക്ക്, നിന്നെ ഹറാസ് ചെയ്യുന്നുണ്ടെങ്കിൽ. കറക്റ്റ് അഡ്വൈസ്. ഇപ്പോൾ ദേഹം ഉപദ്രവിപ്പിക്കുന്നത് 112 വിളിക്കുക. അതിനാണല്ലോ ആ സംവിധാനം വെച്ചിരിക്കുന്നത്. അവരത് വയ്ക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയോട് പറയാൻ അവർക്കൊരു പക്ഷേ സങ്കോചമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിയോട്, പ്രത്യേകിച്ച് പുരുഷനായ ഒരു മുഖ്യമന്ത്രിയോട് എങ്ങനെ പറയും? സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ശ്രീലേഖ സ്ത്രീയാണ്, അതുകൊണ്ട് പറഞ്ഞു. ഈ ഇഷ്യൂ പിന്നെയും ഒന്ന് എസ്കലേറ്റ് ചെയ്യണമെന്നുണ്ട്. മുഖ്യമന്ത്രിയെ വിളിക്കാൻ മടിയാണ്. മുഖ്യമന്ത്രി മകളെ വിളിച്ചു. അവർക്ക് പരിചയം ഉണ്ടാവാം, അതുകൊണ്ടാണല്ലോ വിളിച്ചത്. മറ്റേ ആൾ എടുത്തത്. ഇങ്ങനെ ഇന്നമാതിരി ഒരു പ്രശ്നമാണ്, അച്ഛനോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. ആ സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പരിഭ്രമിച്ചു പോയ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യാമോ അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. വഴിവിട്ടൊന്നും അവർ ചെയ്തില്ല. അത്രയും വലിയ പ്രൊവക്കേഷൻ ഉണ്ടായിട്ട് പോലും അവർ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിലേക്ക് വിട്ടില്ല. വേണമെങ്കിൽ അതും ചെയ്യാം. കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരി 10-26 വയസ്സുള്ള പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഫോട്ടോ ആണല്ലോ. അത് ചെയ്യാതിരിക്കാനുള്ള വിവേകവും പ്രായവും അവർക്കുണ്ട്. ഇപ്പോൾ ഈ ഒത്തുതീർപ്പായി തീർന്നു എന്നൊക്കെ പറയുന്നതും ഒരു സ്ത്രീയുടെ നിസ്സഹായാവസ്ഥയാണ് കാണിക്കുന്നത്. ഓക്കെ. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ പിണറായിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ രാഷ്ട്രീയമായിട്ട് പിണറായിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിക്കാം. ഇതൊരു മൊത്തത്തിൽ ഒരു അലമ്പാണ്, നാണക്കേടാണ്. ആര്യയ്ക്ക് പരാതിയില്ല എന്നും പറയുമ്പോൾ അവർക്ക് ജീവിതം മുന്നോട്ട് പോകണ്ടേ. ഭാര്യ ഒതുങ്ങി കൊടുക്കും. ഭർത്താവ് മാപ്പ് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇത് വഷളാക്കാതെ ഇനിയും ജീവിക്കാനുള്ളതല്ലേ. ഇതിൻ്റെ ഒരു ബാക്ക് ഫയൽ ഉണ്ടല്ലോ. നേരത്തെ UDF മിനിസ്ട്രിയിൽ ഇദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് ഇതേ CPM ഒച്ച വെച്ചിട്ട് ഇതുപോലെ സമാനമായൊരു പരാതി ഒരാൾ ഇദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചു പറഞ്ഞ് ചിത്രം വന്നതിൻ്റെ പേരിൽ നടപടി എടുപ്പിച്ചിട്ടുണ്ട് ഇവർ. അതും അതിൻ്റെ വിവാഹമോചനവും ഒക്കെ കഴിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ബിന്ദു മേനോൻ വീണ്ടും കല്യാണം കഴിക്കുന്നത്. ഒരു നാടൻ കാർന്നവരുടെ രീതിയിൽ ഞാൻ സാറിനോട് പറയുന്നത്, ഇതറിയാതെ അല്ല, ഇതെല്ലാം അറിഞ്ഞിട്ട് കൊണ്ടുപോയി തലവെച്ചതല്ലേ. എന്നിട്ട് നീ അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ശരി, അത് അവരുടെ കുടുംബജീവിതം അവർ സെറ്റിൽ ചെയ്ത് പൊക്കോട്ടെ. ബട്ട് ഒരു മൊറാലിറ്റിയുടെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗണേഷ് കുമാറിനോട് പറയേണ്ടതാണ്, താൻ രാജിവെക്കണം. അതാണ് മൊത്തം മന്ത്രിസഭയ്ക്കും നല്ലത്. രാജിവെക്കണം. മൊത്തം മന്ത്രിസഭയ്ക്കും നല്ലതാണ്. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാർ ഒരു അനിവാര്യ ഘടകമൊന്നുമല്ല. അല്ല, ഒരു MLA മാത്രമുള്ളൊരു മന്ത്രി. ഇനിയിപ്പോൾ ഗണേഷ് കുമാർ ഉടനെ ചാടി UDF പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുണ്യാളനാവില്ല.
പി കെ ശശി ഇവിടെ നിന്നപ്പോൾ തീവ്രത കുറവായിരുന്നു, അപ്പുറത്ത് പോയപ്പോൾ തീവ്രത കൂടി എന്ന് പറയുന്ന പോലെ ഗണേഷ് കുമാർ ഇപ്പോൾ ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് പറയും UDF. രാജിവെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ വരാൻ പറയും. കാരണം ഒരു 10,000 സീറ്റെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയത്തിലെ കളികൾ നടക്കുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ ഇടതുപക്ഷം ഈ ഇലക്ഷനിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ഗണേഷ് കുമാറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതാണ് ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ്. അതാണ് ചെയ്യേണ്ടത്. അത് അല്ലെങ്കിൽ ഒരു കാര്യം, പിണറായി വിജയൻ ശശീന്ദ്രനെ കൊണ്ട് രാജിവെപ്പിച്ചത് എന്തിനാണ്? ഒരു വോയിസ് ക്ലിപ്പിൻ്റെ പുറത്താണ്. വോയിസ് ക്ലിപ്പ് ശശീന്ദ്രൻ്റെ ആണെന്നോ അല്ലെന്നോ ശശീന്ദ്രൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു കേസും ഇല്ല, ഒരു കേസും ശശീന്ദ്രൻ്റെ പേരിൽ വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷേ ശശീന്ദ്രനെ കൊണ്ട് രാജിവെപ്പിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയായി. ഇതുപോലെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നു. ചെയ്ത ആളാണ് പിണറായി വിജയൻ. ആ ലോജിക്ക് വെച്ചാണെങ്കിൽ ഉറപ്പായിട്ട് ഗണേഷ് കുമാറിനെ കൊണ്ട് നിർബന്ധമായും രാജിവെപ്പിക്കണം എന്തായാലും. പിന്നെ ഇനി ഗണേഷ് കുമാർ ഭൂലോകത്തെ ഏറ്റവും വലിയ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഫിഗറിനെ എടുത്താണ് തടഞ്ഞത് ജവഹർലാൽ നെഹ്റു. അല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ശരിയാണ്. അയാൾ പറഞ്ഞത് സത്യമാണ്. നെഹ്റുവിനുള്ള ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അന്ന് കമലാ നെഹ്റു പോലീസിൽ പോയില്ല, പോകാൻ കഴിയുമായിരുന്നില്ല, പോകാൻ ആലോചിക്കാൻ പോലും ആ സ്ത്രീ ധൈര്യപ്പെട്ട് കാണില്ല ആ കാലത്ത്. ഒരുപക്ഷെ അവരറിഞ്ഞു കാണുന്നില്ല നെഹ്റുവിൻ്റെ ഈ അഗമ്യഗമനങ്ങളെല്ലാം. ഇനി അറിഞ്ഞാൽ തന്നെ അന്നത്തെ കാലത്ത് കമലാ നെഹ്റു എന്ത് ചെയ്യും? ആരോടെങ്കിലും, ചേച്ചിയോട് ചേട്ടോ ആരോടെങ്കിലും പറഞ്ഞ് കരയും ഇരുട്ടത്ത് രാത്രിയിൽ. ഇത്രയല്ലേ അന്നത്തെ കാലത്ത് ഇതൊക്കെ 1940s 50s സംഭവിക്കുന്ന കാര്യങ്ങൾ. അന്നത്തെ ഒരു മാറ്റം അതാണല്ലേ. നെഹ്റുവിന്റെ ഭാര്യയ്ക്ക് പറയാൻ പറ്റാത്തത് ഗണേശന്റെ ഭാര്യയ്ക്ക് പറയാനെങ്കിലും കഴിഞ്ഞു എന്നുള്ളത്. പറയാനെങ്കിലും കഴിഞ്ഞു, കമലാ നെഹ്റുവിന് പറയാൻ പോലും പറ്റിയില്ല. തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും ഇനി അതുകൊണ്ട് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടുകൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ധാർമ്മികമായിട്ട് ഇതാണ് ശരി. ധാർമ്മികമായിട്ട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതാണ്. ഗണേശനും ഉണ്ടല്ലോ, ഒരു ദാർശനിക തലത്തിൽ അല്ലെങ്കിൽ ഇമോഷണൽ തലത്തിൽ, ദാർശനികം പോട്ടെ, ഇമോഷണൽ തലത്തിൽ ഗണേശൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒരാൾക്ക് 110, 5000 എന്ത് വേണമെങ്കിലും ആയിരിക്കും. ബട്ട് അത് രാഷ്ട്രീയത്തിലൊരു ജനപ്രതിനിധിയാവും യോഗ്യതയല്ല. നിങ്ങൾ സിനിമാ രംഗത്തായി 5000 ആയാലും 10000 ആയാലും ആരും ചോദിക്കുന്നില്ല. ഒരുപക്ഷെ അതിന് ചിലപ്പോൾ വല്ല സമ്മാനവും കിട്ടിയെന്ന് വരുന്നുണ്ട്. ഇത് മോഹൻലാൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജനപ്രതിനിധികൾ ചെയ്യുന്നത് അത് സാർ ആലോചിച്ച് നോക്ക്. ബിൽ ക്ലിൻ്റൺ, മോണിക്ക ലെവിൻസ്കി കേസ് വന്നല്ലോ. അമേരിക്കയിൽ വലിയ ലിബറലായിട്ടുള്ള ആൾക്കാരാണ്, എന്നിട്ട് പോലും അവർ വൻ ബഹളം വെച്ചു. ബഹളം വെച്ച് ക്ലിൻ്റനെ ഇംപീച്ച് ചെയ്യുന്നുള്ള സ്ഥിതി വന്നു. പക്ഷേ ഇംപീച്ച് ചെയ്യാനുള്ള കുറ്റം എന്താണെന്നറിയാമോ? ക്ലിൻ്റൺ നുണ പറഞ്ഞു, പാർലമെന്റിനോട് നുണ പറഞ്ഞു. പാർലമെന്റിനോട് നുണ പറഞ്ഞു. ലെവിൻസ്കിയുമായിട്ടുള്ള ബന്ധത്തിലല്ല, അത് ആ സൊസൈറ്റിക്ക് അപ്രൂവ്ഡ് ആണ്. ഇങ്ങനെ ഇതാണ്. അതുകൊണ്ട് ഞാൻ ഈ വേണ്ടാത്ത ധാർമ്മിക മൂല്യങ്ങൾ, അത് സദാചാരം, ഇതൊന്നും വെച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ആൾ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ ചെന്ന് ചാടാൻ പാടില്ല. സിനിമാ താരത്തിന് അതാവാം, സാധാരണക്കാർക്ക് ആവാം, എനിക്കോ സാറിനോ ആവാം. വി ആർ നോട്ട് അക്കൗണ്ടബിൾ ടു പീപ്പിൾ, ഇൻഡിവിജ്വൽസ് ആണല്ല. അപ്പോൾ അക്കൗണ്ടബിലിറ്റി, ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ളപ്പോൾ ഒരു അച്ചടക്കമൊക്കെ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. മാത്രമല്ല നമ്മുടെ ഒരു പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സദാചാര ബോധവും ഒക്കെ ഉണ്ടല്ലോ, ഒരു ധാർമ്മിക ബോധവും ഒക്കെ ഉണ്ട്. അത് വിവാഹം, കുടുംബം എന്നൊക്കെ നമ്മുടെ സദാചാര ബോധം വിചിത്രവുമാണ്. കേരളത്തിൻ്റെ സദാചാര ബോധം, സാറ് സദാചാരത്തിൽ നടക്കണം, ഞാൻ തോന്നിയ ദിവസം നടക്കും. ഇതാണ് നമ്മുടെ സദാചാരം. വിചിത്രമാണ് നമ്മുടെ സദാചാരം. തീർച്ചയായിട്ടും. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് TJ പോലെ പരിണതപ്രജ്ഞനായ ഒരാളുടെ നിരീക്ഷണം ഇതാണ്. ബാക്കി മുഖ്യമന്ത്രിയും ഗണേഷ് കുമാറും ഒക്കെ തീരുമാനിക്കട്ടെ. എന്തായാലും ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പരാതി കിട്ടിയില്ല എന്ന് പോലീസ് പറയുന്നത് അന്യായമാണ്, നിയമവിരുദ്ധവുമാണ് അല്ലേ? ഓക്കെ, നന്ദി TJ.